ഹലോ കൂട്ടുകാരെ, വിക്കി ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായും നോക്കാൻ പോകുന്നത് കുസാറ്റ് എക്സാമിൻ്റെ മാത്തമാറ്റിക്സ് റിലേറ്റഡുള്ള ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനാണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഹൈ വെയിറ്റേജുള്ള ചാപ്റ്റേഴ്സിന് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടും അതുപോലെ തന്നെ കൂടുതൽ എളുപ്പമുള്ള ചാപ്റ്റേഴ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്താൽ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും കുറച്ച് സെക്ഷൻസ് ഉണ്ട്. നമ്മളിവിടെ ടോപ്പ് പ്രയോറിറ്റിയിലുണ്ട്, അതുപോലെ തന്നെ മീഡിയം കൊടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് റയറായിട്ടുള്ള സംഭവങ്ങൾ എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് വെച്ചാൽ അവസാനത്തിൽ നോക്കിയാൽ മതി എന്ന രീതിക്ക് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സ്ട്രാറ്റജി വൈസ് ഐഡിയാസും പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ മെയിനായിട്ട് ടോപ്പ് സ്കോറിങ് ടോപ്പിക്സ് പോവാം. അതിൽ പ്രധാനമായിട്ടും ലിമിറ്റ്, കണ്ടിന്യൂറ്റി, പിന്നെ ഡിഫറൻഷിയേഷൻ ആൻഡ് ആപ്ലിക്കേഷൻസ്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം കഴിഞ്ഞ പോലെ ലിമിറ്റ് എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഈക്വൽ ഡിഫറൻഷിയേഷൻ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്നും നമുക്കറിയാം. അതുപോലെ തന്നെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ഇൻറ്റഗ്രൽ കാൽക്കുലസ്. അത് നല്ല വെടിപ്പായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാ എൻട്രൻസ് എക്സാമിലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇൻറ്റഗ്രൽസിൻ്റെ എല്ലാ ഇക്വേഷൻസ് നന്നായി പഠിക്കുക. പിന്നെ അതിൽ കൂടുതൽ PYQ ബേസ്ഡുള്ള ഇൻറ്റഗ്രൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്പീഡ് ആക്യുറസിന്ന് അതേ സെയിം ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പോൾ അതേ ടൈപ്പ് മോഡൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അതിൽ അത് സോൾവ് ചെയ്തെടുക്കാനുള്ള ടൈം കുറഞ്ഞിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതിന് വേണ്ടിയുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയ ഇൻറ്റഗ്രൽസിന് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകാരനെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനെ പറ്റി സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. പിന്നെ അടുത്ത് നമുക്കറിയാം ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അത് കുറേ ഇക്വേഷൻ ബേസ്ഡാണ്. പിന്നെ ഏതാണ് ടൈപ്പ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സുഖമായി ചെയ്യാൻ പറ്റുന്നതാണ്. സുഖമല്ല, കുറച്ച് മെനക്കെട്ടുണ്ട് ചെയ്യാൻ. നമ്മൾ കറക്റ്റായിട്ട് ഇക്വേഷൻസ് കാര്യം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസും എൻട്രൻസ് ബേസ് നോക്കുക വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചെയ്യാൻ സുഖമാണ്. പിന്നെ അതുപോലെ അതിൽ കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൂട്ടുകാർക്ക് ആവശ്യത്തിന് കമൻറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ പ്ലസ് ടുവിൻ്റെ ഫസ്റ്റിൽ പഠിച്ച മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് ചാപ്റ്ററെ പറ്റിയിട്ടാണ് നമ്മൾ നാലാമത് പറയണത്. മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസിൽ എൻട്രൻസ് ബേസ്ഡ് പറയുമ്പോൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് ഒരുവിധം എല്ലാ ഡിറ്റർമിനൻറ്റിലും നമ്മൾ ട്രിക്ക് പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ എൻട്രൻസ് ബേസിലുള്ള എല്ലാ ഡിറ്റർമിനൻ്റ് ക്വസ്റ്റ്യനിലും ഡിറ്റർമിനൻ്റ് ഉള്ളിൽ ഡിറ്റർമിനൻ്റ് ആയിട്ട് 0 ആൻസർ വളരെ ചാൻസ് കൂടുതലാണ് മിക്ക കേസിലും. പിന്നെ അതുപോലെ ഡിറ്റർമിനൻസിൽ കുറേ അധികം അതിൽ എളുപ്പത്തിലുള്ള ചെയ്യാനുള്ള കുറേ ട്രിക്സ് എല്ലാം ഒളിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ചെയ്യാച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മെട്രിക്സ് ഇതിന് കോൺസെപ്റ്റ് വൈസ് പറയുമ്പോൾ അത് വളരെയധികം കുറച്ചുള്ളൂ, പക്ഷെ നമുക്ക് സുഖമായി സ്കോർ ചെയ്യാം. അടുത്ത ഞാൻ പറയുന്നത് പ്രോബബിലിറ്റി പറ്റി സംസാരിക്കുക വെച്ച് കഴിഞ്ഞാൽ സംഭവം കുറച്ച് നിങ്ങൾ ജസ്റ്റ് ഫോക്കസ് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ പ്രോബബിലിറ്റി കുറച്ചുകൂടി അതിൽ കുറച്ചധികം ഇക്വേഷൻസും അതുപോലെ തന്നെ അതിൻ്റെ ബേസിക് കോൺസെപ്റ്റുകളാണ് മനസ്സിലാക്കുക. ലൈക്ക് ബേസ് തിയറം, പിന്നെ അതുപോലെ തന്നെ കണ്ടീഷൻ ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി, ആ ഇക്വേഷൻസ് എവിടെ യൂസ് ചെയ്യണം, എവിടെയാണ് അതിൻ്റെ വാല്യൂസ് കറക്റ്റായിട്ട് ഇടേണ്ടത്, അങ്ങനത്തെ നല്ല തിരിച്ചറിയുക വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പ്രോബബിലിറ്റി ഓൾവേസ് നമുക്ക് ഇക്വേഷൻസ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് കോമൺ സെൻസ് നമുക്ക് അത് കുറച്ചുകൂടി ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത് പറയുന്നത് വെക്ടേഴ്സ് ആൻഡ് 3D എന്ന് പറയുക വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഡിസ്റ്റൻസ് ഫോർമുല, പിന്നെ രണ്ട് ഇക്വേഷൻ തമ്മിലുള്ള പിന്നെ ഇമേജ്, ഫൂട്ട് ഓൺ പെർപെൻഡിക്കുലർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് വെക്ടേഴ്സ്. പിന്നെ കുറച്ച് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക, കാരണം ഫിസിക്സിലും വെക്ടേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത് പറയുന്നത് വെച്ചാൽ മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സ് ആണ്. കോംപ്ലക്സ് നമ്പേഴ്സ്, അതിൽ കുറച്ച് ഡിഫിക്കൽട്ടിയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലാണ്. സീക്വൻസ് സീരീസ് അത് കൺഫേം തന്നെയാണ് ക്വസ്റ്റ്യൻസ്, പക്ഷെ നിങ്ങൾ ആദ്യം മറ്റേ പഠിച്ചിട്ട് ചെയ്യാണ് കുറച്ചും നല്ലത്. പിന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന കുറച്ച് ഫോക്കസ് കൊടുക്കുക. പിന്നെ പെർമുട്ടേഷൻ കോമ്പിനേഷൻ അതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. പിന്നെ ട്രിഗണോമെട്രി, അതിന് കൂടുതൽ ഫോർമുലാസ്, എല്ലാ ഫോർമുലാസ് അറിയാത്ത കാര്യം. പിന്നെ അതുപോലെ തന്നെ എൻട്രൻസ് ഫേസിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫോർമുലാസ് ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഷോർട്സോ അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് വീഡിയോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതുപോലെ തന്നെ സ്ട്രേറ്റ് ലൈൻ സർക്കിൾസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. സർക്കിൾസ് ആൻഡ് ഡിഫറെൻറ്റ് സെക്ഷൻ ഉണ്ട്, അത് നന്നായി പഠിക്കുക. പിന്നെ അതുപോലെ സ്ട്രേറ്റ് ലൈൻസ് നന്നായി പഠിക്കുക. അടുത്ത് പറയുന്നത് വെച്ചാൽ ലോ പ്രയോറിറ്റി ആണ്. എന്ന് വെച്ചാൽ സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ അത്ര ചോദ്യം വരാറില്ലെങ്കിലും എന്നാലും കുറച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. 1-2 ക്വസ്റ്റ്യനാണ് വരാറ്. പക്ഷേ അത് നമ്മൾ കറക്റ്റായിട്ട് എന്ന് വെച്ചാൽ ആ ഇക്വേഷൻസാണ് മെയിനായിട്ട് എൻട്രൻസിൻ്റെ എക്സാമിൻ്റെ കീ. അത് അറിയാച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നിങ്ങൾ സ്റ്റാറ്റിക്സ് കുറച്ച് നോക്കുക. പിന്നെ സെറ്റ്സ് ആൻഡ് റിലേഷൻ മെയിനായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് ഡൊമൈൻ കണ്ടുപിടിക്കുക, റേഞ്ച് കണ്ടുപിടിക്കുക, ഈസി ആയിട്ട് കണ്ടുപിടിക്കുക ട്രിക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഈ വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സിൽ ഫോക്കസ് ചെയ്യാണ് ഞാൻ പറയുന്നത് കൂടുതൽ. അതാണ് നമ്മുടെ സ്ട്രാറ്റജി. പിന്നെ അതിൽ തന്നെ കൂടുതൽ PYQs സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അതിൽ നല്ല ആക്യുറസി ഉണ്ടാക്കാൻ, അതിൽ സ്പീഡ് ചെയ്യാൻ പറ്റും. ചില സമയത്ത് ഇൻ കേസ് നിങ്ങൾ അതേ ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്താൻ പറ്റും.
മനസ്സിലായില്ലേ? ആ ക്വസ്റ്റ്യൻ വരെ ചെയ്യാൻ അതേ ആൻസർ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അങ്ങനെ അധികം ഉണ്ടാവാറില്ല, എന്നാലും റെയർ കേസിലൊക്കെ വരാറുണ്ട്. അതാ ഞാൻ പറയണേ. നിങ്ങൾ ഈ അറ്റ്ലീസ്റ്റ് ഇതിലും പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഹൈലൈറ്റിൽ നന്നായി ഫോക്കസ് ചെയ്യുക.